ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയ ഇഫ്താർ മെനു ആയിട്ടോ. അപ്പോൾ നമുക്ക് ഇഫ്താർ മെനുവിലെ റെസിപ്പികൾ എന്തൊക്കെയെന്ന് നോക്കാം. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്തൊക്കെയെന്ന് നോക്കാം. അപ്പം ഞാനിന്ന് വെള്ളപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ വിചാരിച്ചത്. അതിന് വേണ്ടി ഞാൻ 2 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. 2 കപ്പ് പച്ചരി, അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് ഈസ്റ്റ്, അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ട്, മിക്സാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1.5 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 ടേബിൾ സ്പൂണ് റൈസും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് ഒന്ന് 2 ഭാഗമാക്കി ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ഇനി നമ്മളെടുത്ത് വെച്ച പകുതി റൈസ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഈസ്റ്റും പഞ്ചസാരയും മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ 2 കപ്പ് വെള്ളം മതിയാവട്ടോ. കാരണം 1.5 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ എടുത്ത് വെച്ചത്. ഒന്ന് മാവൊന്ന് ടൈറ്റ് ആവുന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പും കൂടെ വെള്ളം ലാസ്റ്റ് ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയുള്ള അരിയൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. കാരണം ഞാൻ ഫസ്റ്റിലിട്ട അരിയിലാണ് നമ്മുടെ ഈസ്റ്റും പഞ്ചസാരയും ഇട്ടത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് നന്നാക്കി മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് മാവൊന്ന് ടൈറ്റാണ് തോന്നുകയാണെങ്കിൽ ലേശം വെള്ളം ഒഴിച്ചൊന്ന് നമുക്കൊന്ന് പാകപ്പെടുത്തിയെടുക്കാം. അപ്പോൾ ലേശം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനൊന്ന് മിക്സാക്കിയിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം കേട്ടോ. മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെ കേട്ടോ. അപ്പം നമ്മുടെ വെള്ളപ്പത്തിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്നൊരു 8 മണിക്കൂറോളം നമുക്കൊന്ന് പൊങ്ങാൻ വെക്കാം, ഒന്ന് അടച്ച് വെക്കാം. അപ്പോഴേക്കും ഇതിലേക്ക് വേണ്ട നല്ലൊരു സൂപ്പർ കോമ്പിനേഷനായ ചിക്കൻ സ്റ്റൂ ആണ് ഞാൻ തയ്യാറാക്കാൻ വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചൂടാകുമ്പോഴേക്കതാ ഏലക്കായ, ഗ്രാമ്പൂ, കുരുമുളക്, പട്ട, ബേ ലീവ്സ് ഇതെല്ലാം കൂടെ ഒന്ന് ഓയിലിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 2 വലിയ സവാള ചെറുതാക്കി എരിഞ്ഞ് വെച്ചതാണ്. അതൊന്ന് ചേർത്ത് കൊടുത്തൊന്ന് ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഉള്ളി ഒന്ന് വേഗം വഴന്ന് കിട്ടും. അപ്പോൾ ഉള്ളി ഒന്ന് ലേശൊരു ബ്രൗൺ കളറാവട്ടെ. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചതുക്കി വെച്ചതാണ്. പിന്നെ ഒരു 5 പച്ചമുളകും അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണ്ടേ. ഇനി ഇതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകട്ടെ. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പച്ച മല്ലിപ്പൊടിയായിട്ട് ഞാൻ ചേർക്കുന്നത്, മഞ്ഞൾ ചേർക്കാതെ പൊടിച്ച ഞാൻ തന്നെ വീട്ടിൽ പൊടിച്ചതാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നാക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയ 2 തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം ഞാൻ 1 കിലോ ചിക്കനായിട്ട് എടുത്തത്. ഇനി തക്കാളി ഒന്ന് നന്നാക്കി വഴന്നതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നന്നാക്കി മുറിച്ച് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫസ്റ്റ് നമ്മൾ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 2 ടീസ്പൂൺ തൈര് വേണം, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായി ഒന്ന് മിക്സ് ആക്കുക. ഇനി ഇതിലേക്ക് അവസാനം നമ്മൾ തേങ്ങയുടെ രണ്ടാം പാല് അതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു 2 കപ്പ് തേങ്ങയുടെ രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഇനി കൂടുതൽ കറി വേണമെന്നുള്ളവർക്ക് തേങ്ങയുടെ പാലും ലേശം കൂട്ടാം. അതേപോലെ നമ്മളുടെ മസാലകളൊക്കെ ഒന്ന് ലേശം കുറേശ്ശെ കൂട്ടി കൊടുത്താൽ അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അതേപോലെ എരിവും കുരുമുളകും പച്ചമുളകും ഒക്കെ അതേപോലെ ചെയ്യാം കേട്ടോ. പിന്നെ അവസാനം നമ്മൾ ലേശം മല്ലിയിലും പുതിനയിലും കൂടെ ഒന്ന് മുറിച്ച് വെച്ചത്. അപ്പോൾ ലേശം നേരത്തെ ഞാൻ കറിവേപ്പില മാറ്റി വെച്ചിരുന്നു, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇത് ഇളക്കിയിട്ട് ചിക്കനൊക്കെ നന്നായി വേകട്ടെ. ഇനി ഒന്ന് അടച്ച് വെക്കാം. അപ്പം കുറച്ച് ടൈം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്നിട്ടുണ്ട്. തുറന്നൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ നന്നായി ഒന്ന് വേവട്ടെ. അപ്പോഴേക്കും ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങയും ഒരു 5 നട്ട്സും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് അരയ്ക്കണം. ഇതൊന്ന് അരച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നട്ട്സ് ഓപ്ഷനാട്ടോ, നട്ട്സ് നിർബന്ധമില്ല. പക്ഷേ നട്ട്സും തേങ്ങയും കൂടെ ഒന്ന് അരച്ചതിലേക്ക് വെച്ചാൽ നല്ല ടേസ്റ്റാട്ടോ കറി. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മാവ് എന്തായെന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്കിനി ലേശം ഉപ്പും കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വയ്ക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് വെള്ളപ്പം ചുട്ടെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കറി എന്തായെന്ന് നോക്കാം. അപ്പം നമ്മുടെ ചിക്കൻ സ്റ്റൂ എന്തായി നോക്കാം. ഒന്ന് തുറന്ന് നോക്കട്ടെ. അപ്പം ഇതാ ഏകദേശം നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസിൽ 2 പൊട്ടാറ്റോ ഒന്ന് വേവിച്ച് ഒന്ന് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായി സ്മാഷ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതേപോലെ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പൊട്ടാറ്റോയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ 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 1 ടീസ്പൂൺ
എന്നിട്ട് ഇതൊന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ നട്ട്സും തേങ്ങയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ നട്ട്സും തേങ്ങയും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിനൊരു പച്ച സ്മെല്ലൊന്ന് മാറുന്നതിലൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത് ഇനി തിളപ്പിക്കരുത് കേട്ടോ, ഇതിനി തിളയ്ക്കണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ ഫസ്റ്റ് പാൽ എടുത്ത് വെച്ചത് ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മുടെ തേങ്ങയുടെ ഫസ്റ്റ് പാൽ ഒരു 1/2 കപ്പ് ഉണ്ടാവും കേട്ടോ. അത് ഇതൊന്ന് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ, ഇനി തിളപ്പിക്കരുത്. അപ്പം നമ്മുടെ നല്ല സൂപ്പർ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് വെള്ളപ്പം ചുട്ടെടുക്കാം. ഇതിനു വേണ്ടി ഞാൻ വെള്ളപ്പത്തിൻ്റെ ചട്ടി ഇതാ വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടായിട്ടുണ്ട്. പിന്നെ നേരത്തെ വെച്ച മാവാണല്ലോ, ഒന്ന് ഇളക്കി ഉപ്പൊക്കെ ഇട്ട് വെച്ചതാണ്. ഇത് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി 1 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ട് അപ്പോഴേക്കും നമ്മുടെ സൂപ്പർ വെള്ളപ്പം റെഡിയായി. ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതേപോലെ ബാക്കിയുള്ള മാവും ഇതേപോലെ ചുട്ടെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളപ്പൊക്കെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനിതാ കറിയും വെള്ളപ്പം കൂടെ ഒന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ ടേബിളിൻ്റെ മേലേക്ക് ഇത് ഇഫ്താർ ടൈമിൽ വെക്കൂല, നമ്മൾ തറാവി എല്ലാം കഴിഞ്ഞിട്ടാണ് ചായ എല്ലാം കുടിക്കുക. അതാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു സ്നാക്സിലേക്ക് കിടക്കാം. ഞാൻ കുറച്ച് ഡേറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഡേറ്റ്സ് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് മധുരത്തിന്. അപ്പോൾ ഇതിലെ കുരെല്ലാം ഞാൻ ഒന്ന് കളഞ്ഞിട്ടുണ്ട്, എല്ലാം കുരു എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ബദാമും നട്ട്സാണ് അതിൽ വെച്ചത്. നട്ട്സ് 2 എണ്ണം വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. കുരെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബദാം എൻ്റെ കയ്യിലുണ്ട്, അതൊന്ന് ഞാൻ ഈ കാരക്കൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണ്ടേ. ആ കാരക്കൻ്റെ കുരുവിന് പകരം അപ്പോൾ ഇത് വെച്ച് കൊടുത്തിട്ട് കാരക്കൻ്റെ ഷേപ്പിലൊന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ ബദാമോ നട്ട്സോ എന്ത് വേണമെങ്കിലും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടും വെക്കാം കേട്ടോ ഇതിലേക്ക്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് നല്ലൊരു ക്രിസ്പി ആയി കിട്ടും. ഞാൻ അതേപോലെ തന്നെ വെച്ചത്. പിന്നെ ഒന്നും ഫില്ല് ചെയ്യാതെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, എല്ലാത്തിലും ഞാൻ ഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്നാക്സും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, ഒരു എരിവിന്. അപ്പോൾ അതിൻ്റെ ഒരു ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കാം. ഇതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി നമുക്ക് ഞാനൊരു വലിയ ഉള്ളി ചെറുതായി കുത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴറ്റിയെടുക്കാം.
ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി അതൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചെറിയൊരു ടൊമാറ്റോയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ടൊമാറ്റോ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ആ ടൊമാറ്റോ ഇട്ടത് ഇതിൻ്റെ ഒരു ഗ്രേവിക്കാണ് വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടി ഇട്ട്, പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി അതും കൂടി ഇട്ട് കൊടുത്തണേ. ഇത് നല്ല ടേസ്റ്റാട്ടോ ഈ സ്നാക്സ്. നമ്മുടെ ഒരു പഫ്സിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റായിട്ട് വരും. അതേപോലെയാണ് പഫ്സ് പോലെ തന്നെ കാണാനായിട്ടോ അത് ചെയ്ത് വരുമ്പോൾ. പിന്നെ ലാസ്റ്റ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അവസാനം ലാസ്റ്റ് മല്ലിയില അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത്, അപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഞാൻ പഫ്സിൻ്റെ ആ ഒരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരു ഗ്രേവി ഉണ്ടാവില്ലേ, അതേപോലെ കിട്ടാനാണ് ടൊമാറ്റോ ചേർത്ത് കൊടുത്തത്. ഇതിൽ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ അതാ ഫില്ലിങ് റെഡിയായി. ഇനി അതിന് വേണ്ട 4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇതുപോലെ 4 ബാറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ബാറാക്കും ചെയ്യാം കേട്ടോ. ഞാനിവിടെ 4 ബാറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ചെമ്മന്തി വേണം. അതിന് 3 വറ്റൽമുളക്, ലേശം തേങ്ങ, ചെറിയ കഷ്ണം ഇഞ്ചി, മല്ലിയില, കറിവേപ്പില അതെല്ലാം കൂടെ ഒന്ന് ജാറിലിട്ടിട്ട് നല്ലോണം അരയേണ്ട ചെമ്മന്തി പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും ലേശം ഉപ്പും എന്നിട്ടൊന്ന് ചെമ്മന്തി പൊടിച്ചെടുക്കുക. അപ്പോൾ അതാ ഞാൻ ചെമ്മന്തി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കുക. അതിന് ഞാൻ എടുത്തത് സമൂസ ഷീറ്റ്സാണ്. നമുക്ക് ചപ്പാത്തി പരത്തിയിട്ട് ഇതുപോലെ മുറിച്ചെടുത്താലും മതിട്ടോ, അതായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഒരു മൈദ ഗ്ലൂ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇനി എങ്ങനെ ഫില്ല് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇതേപോലെ ഒന്ന് ക്രോസിൽ വെക്കുക. 2 ഷീറ്റ് എടുത്ത് ഒന്ന് ക്രോസിൽ വെക്കുക. ഇതിലേക്ക് ലേശം സെൻറ്ററിലേക്കൊന്ന് ഫില്ലിങ് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒരു കഷ്ണം മുട്ട എടുത്ത്, അപ്പോൾ ഞാൻ ഈ മുട്ടൻ്റെ യെല്ലോ ഭാഗം ഒന്ന് ഒഴിവാക്കിയിട്ട് കേട്ടോ, കാരണം ഇവിടെ മക്കൾ കഴിക്കില്ല. അത് ഒഴിവാക്കണ്ട കേട്ടോ, ആരും ഇഷ്ടപ്പെടാത്തവർ ഒഴിവാക്കുക. അല്ലെങ്കിൽ ഇതുപോലെ അതിന് മേലെ തന്നെ ചമ്മന്തി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ലേശം ചമ്മന്തി എടുത്തിട്ട്. എന്നിട്ട് ഒന്ന് നമ്മൾ നേരത്തെ വെച്ച ഫില്ലിങ്ങിലേക്ക് ഒന്ന് കമത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ താഴെ അടിയിൽ വെച്ച സമൂസ ഷീറ്റ് ഒരു ഭാഗം മൈദകൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ലേശം ഒന്ന് ഒട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ടൈറ്റിൽ ഒന്ന് അങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കുക. അതേപോലെ തന്നെ മറ്റേ ഭാഗം ചെയ്യാം. എഡ്ജൊക്കെ നന്നായി ഒന്ന് ഒട്ടിക്കണേ, അല്ലെങ്കിൽ ഓയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉള്ളിലേക്ക് പോകും. ഇതേപോലെ മറ്റേ ഭാഗം ചെയ്തെടുക്കുക. ഇത് നമ്മൾ ചപ്പാത്തി പരത്തിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ, അതായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇത് ഞാനൊന്ന് ഈസിക്ക് വേണ്ടി ചെയ്താൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ, രണ്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതേപോലെ ഇരിക്കും, നല്ല ഭംഗിയില്ലേ കാണാനേ. ഇതുപോലെ തന്നെയാണ് പൊരിച്ചെടുത്താലും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് കേട്ടോ, കാരണം ചമ്മന്തിയും പുളിയും എരിവും ഒക്കെ വരുന്നുണ്ടല്ലോ. ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ ചെയ്തെടുക്കുക.
അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമുക്കിതാ ഒന്നൊരു ബാറ്റർ ഒന്ന് റെഡിയാക്കി വെക്കാം. നേരത്തെ നമ്മൾ ഡേറ്റ്സ് ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചില്ലേ, അതിന് വേണ്ടിയിട്ടൊന്ന് കുറച്ച് ഒരു ലേശം മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ലേശം വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒരു ബാറ്ററാക്കി എടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇട്ടിട്ടില്ല കേട്ടോ. ഒരു നുള്ളു ഉപ്പാണ് ഞാൻ ചേർത്തത്. ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇനി ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നേരത്തെ ഫില്ല് ചെയ്ത് വെച്ച സ്നാക്സ് ഒന്ന് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് പിന്നെ രണ്ട് ഭാഗം ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് റെഡിയായി പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇതേപോലെ ബാക്കിയുള്ള എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ ബാക്കിയെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡേറ്റ്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഇതൊന്ന് ഞാൻ മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത് വെച്ച ആ ഡേറ്റ്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ലേശം ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ തയ്യാറാക്കി വെച്ച മൈദ ബാറ്റർ. അപ്പോൾ ഓരോ കാരക്ക ഒന്ന് മൈദ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തതിന് ശേഷം കയ്യിലൊന്നിട്ടിട്ട് നന്നായി ഒന്ന് ഷേപ്പാക്കി എടുക്കുക. ഇതേപോലെ നന്നായി ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കുക. ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കുക. ബാക്കിയുള്ളത് ഇതേപോലെ ചെയ്യുക. നമ്മളെ മക്കൾക്കൊക്കെ എന്നാൽ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. കാരണം നല്ല സ്വീറ്റുമാണ്, പിന്നെ ഡേറ്റ്സും ആണ്. ഉള്ളിൽ ബദാമോ പിസ്ത എന്ത് വേണമെങ്കിലും വെച്ചാലൊന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ. ഞാൻ എല്ലാം ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ വെച്ച് ഒന്ന് ചൂടായാണ്. ഇനി നമുക്ക് ഓരോന്നൊന്ന് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് അപ്പോൾ അതാ ഞാൻ എല്ലാ കറിക്കും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്ക് മോള് വത്തക്കൻ്റെ ജ്യൂസെല്ലാം അടിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഏകദേശം ബാങ്ക് കൊടുക്കാൻ സമയമായി. അപ്പോൾ ഇതാ നമ്മുടെ ഡേറ്റ്സ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ഇനി അപ്പോഴേക്കും മോള് സ്നാക്സും ജ്യൂസും എല്ലാം എടുത്ത് കുറച്ച് ഫ്രൂട്ട്സും എല്ലാം കൊടുത്ത് ടേബിളിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യൽസ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.